നല്ലവരായി ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാകുന്നില്ല. ജനിക്കുമ്പോൾ എല്ലാവരും നല്ലവർ തന്നെയാണ്. എല്ലാ കുളന്തയും നല്ല കുളന്തേ താൻ മണ്ണിൽ പിറക്കേയില്ലേ. അവർ നല്ലവരാവതും കെട്ടവരാവതും നമ്മെ വളർപ്പതിലേ. എല്ലാ കുട്ടികളും നല്ല കുട്ടികളായാണ് ലോകത്ത് ജനിക്കുന്നത്. അവരെ വളർത്തുന്ന രീതിയാണ് അവരെ മോശപ്പെട്ടവരായി മാറ്റുന്നത്. എല്ലാ ദിവസവും നല്ല പ്രവൃത്തികൾ ഒരുപാട് ചെയ്യുന്നവരാണ് നമ്മൾ എന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആലോചിക്കൂ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല പ്രവൃത്തികൾ മാത്രമാണോ? നിങ്ങൾ നല്ലതെന്ന് കരുതി ചെയ്യുന്ന പലതും മറ്റുള്ളവർക്ക് മോശമായി തീരുകയല്ലേ? മറ്റുള്ളവർക്ക് ശരിക്കും അത് അപകടം തന്നെയല്ലേ? ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിക്കൂ. നിങ്ങൾ ഈ വീഡിയോ ഓഫ് ചെയ്ത് ആലോചിക്കൂ, അതിനുശേഷം ഓൺ ചെയ്ത് ഈ വീഡിയോ കാണൂ. നമസ്കാരം. ആദ്യത്തെ സൈൻ എന്താണെന്ന് നോക്കാം. നമുക്ക് 5 സുഹൃത്തുക്കൾ ഉണ്ടെന്ന് കരുതിക്കോളൂ. അതിൽ 4 സുഹൃത്തുക്കളും മദ്യപിക്കും, പുകവലിക്കും, ധാരാളമായി മറ്റ് ദുശീലങ്ങളുമുണ്ട്, ടൊബാക്കോ മുതലായവ. ഇതിൽ 5ാമനായ സുഹൃത്ത് മദ്യപിക്കില്ല, പുകവലിക്കില്ല, യാതൊരു ദുശീലവുമില്ല. അപ്പോൾ ഈ 4 സുഹൃത്തുക്കളും നിർബന്ധിച്ച് ഇവനെ മദ്യപിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. കാരണം ആ 4 സുഹൃത്തും മദ്യപിക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, ഒരു ലഹരി ഇതിൽ നിന്നും ലഭിക്കുകയാണ്. അവരുടെ സ്ഥിരമായുള്ള സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിൽ നിന്നും ഒരു ഉന്മാദാവസ്ഥയിലേക്കുള്ള ഒരു സന്തോഷം, അത് 5ാമത്തെ സുഹൃത്തിനും നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവരുടെ നല്ല മനസ്സാണെന്ന് അവർ സ്വയം വിചാരിച്ചു കൊണ്ടാണ് ഈ ഒരു തെറ്റായ പ്രവൃത്തി തന്റെ കൂട്ടുകാരന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. 5ാമനും മദ്യത്തിന് ഇരയാകുന്നു, മയക്കുമരുന്നിന് ഇരയാകുന്നു. അതിനുശേഷം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവന്റെ ജീവിതം, ഈ 5ാമന്റെ ജീവിതം അവിടെ നശിക്കുകയാണ് ചെയ്യുന്നത്. നശിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ ഒരിക്കലും മദ്യപിക്കില്ല, ഒരിക്കലും പുകവലിക്കില്ല, നല്ലൊരു ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞ മറ്റുള്ളവർ, നാട്ടുകാർ തന്നെ ആകട്ടെ. അപ്പോൾ നിങ്ങൾ പറയും, നമ്മൾ നാട്ടുകാരുടെ ചിലവിനല്ലല്ലോ ജീവിക്കുന്നത്. അല്ല, നമ്മൾ ആരും നാട്ടുകാരുടെ ചിലവിനല്ല ജീവിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അവനെ വിശ്വസിച്ച് അവന്റെ കൂടെ വന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇവൻ സ്ഥിരമായി മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും കണ്ട് ആ ഒരു പെൺകുട്ടിക്ക് ഇവനെ അംഗീകരിക്കാനേ കഴിയാതെയായി. അവർ തമ്മിലുള്ള ബന്ധം ഓരോ ദിവസവും വഷളായിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസമായി, 2 ദിവസമായി, 3ാമത്തെ ദിവസം ആ പെൺകുട്ടി തന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇവന്റെ ഈ ഒരു ദുശീലം കൊണ്ട്, ഇവന്റെ കൂട്ടുകാർ ഇവന് നൽകിയ ഈ ഒരു നല്ല ശീലം കൊണ്ട്. അതിനുശേഷം ഈ ഒരു നല്ല ശീലം അവൻ ദിവസവും തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് നോക്കുമ്പോൾ അവന്റെ 4 കൂട്ടുകാരും നല്ല ഒരു നിലയിലാണ്. അവർ മദ്യപാനവും പുകവലിയും ടൊബാക്കോയും എല്ലാം നിർത്തി ഒരു നല്ല രീതിയിലേക്ക് തന്റെ കുടുംബം കൊണ്ടുപോകുന്നു. എന്നാൽ ഇവനാകട്ടെ, ഇവനിപ്പോൾ മദ്യത്തിന്റെ അടിമയാണ്. ഇവന്റെ ഭാര്യ പിണങ്ങിപ്പോയി, അമ്മ ഇവനോട് മിണ്ടുന്നില്ല. ഓരോ ദിവസവും ഇവൻ മദ്യപിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു, റോഡിൽ വീണ് കിടക്കുന്നു, ഓടയിൽ വീണ് കിടക്കുന്നു. ഇവന്റെ ജീവിതം ഓരോ ദിവസവും ദുസ്സഹമായിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇവന്റെ ജീവിതം നശിപ്പിച്ച് ഇവന്റെ കൂട്ടുകാരോ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇവരുടെ സുഹൃത്തുക്കൾ പറയുന്നതോ, ഞങ്ങളിത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, ഞങ്ങൾ കൊടുത്തെന്ന് കരുതി ഇവൻ ആ മദ്യം വാങ്ങി കുടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ സ്നേഹത്തിന്റെ പേരിൽ വെച്ച് നീട്ടിയതാണ്. സ്നേഹത്തിന്റെ പേരിൽ ആരെങ്കിലും വിഷം നൽകുമോ? സ്നേഹത്തിന്റെ പേരിൽ എന്തെല്ലാം കൊടുക്കാം. മദ്യപാനം, പുകവലി പോലുള്ളവ സ്നേഹത്തിന്റെ പേരിൽ ആർക്ക് മുമ്പിലും വെച്ച് നീട്ടരുത്. ഈ ഒരു കഥ നിങ്ങളോട് പറയാൻ എനിക്കും ഒരു കാര്യമുണ്ട്. ഞാനും ഒരു ചെറിയ കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും, ഒരു ഇടത്തരം കുടുംബം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ മാത്രമേ മദ്യപിക്കുകയുള്ളൂ. മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നു. മദ്യപിക്കുമ്പോൾ ഉള്ള അച്ഛനല്ല, മദ്യപിക്കാത്ത അവസ്ഥയിൽ. മദ്യപിക്കാതിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ലോകത്തിൽ ഏറ്റവും നല്ല ഒരു ഗ്രേറ്റസ്റ്റ് ഫാദർ ആയിരിക്കും, ഏറ്റവും നല്ലൊരു അച്ഛൻ. ഇതുപോലെ ഒരു നല്ലൊരു അച്ഛനെ ലോകത്ത് ആർക്കും തന്നെ കിട്ടില്ല. എന്നാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഏറ്റവും മോശം പ്രവൃത്തി ചെയ്യുന്ന ഒരു അച്ഛനെ ഒരു മക്കളും ആഗ്രഹിക്കില്ല. അതാണ് സത്യം. സത്യം പറഞ്ഞാൽ അച്ഛൻ മദ്യപിച്ച് ഓരോ ദിവസവും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, അമ്മയുമായി വഴക്ക് കൂടുന്നു. ഇന്നത്തെ കാര്യമല്ല, ഒരു 5 വർഷം 10 വർഷം മുൻപുള്ള കാര്യമാണ്. എന്നാൽ ഇന്നും അച്ഛൻ മദ്യപിക്കുന്നു. മുൻപത്തെ അത്ര ഒരു പ്രശ്നം വീട്ടിൽ ഇന്നില്ലെങ്കിലും അന്നത്തെ കാര്യം ആലോചിക്കുമ്പോൾ അന്ന് ഞങ്ങൾ കുട്ടികൾ ആലോചിച്ചിരുന്നു, അമ്മയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് വാങ്ങിപ്പോയാൽ അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്ക് തീരുമല്ലോ, അമ്മയും അച്ഛനും ഉപദ്രവിക്കില്ലല്ലോ എന്നൊക്കെ. പക്ഷെ മദ്യപിക്കാതിരിക്കുമ്പോൾ ഉള്ള അച്ഛനെ കാണുമ്പോൾ
ഒരിക്കലും ഡിവോഴ്സ് ചെയ്യരുത്. ഇതുപോലെ നല്ലൊരു അച്ഛനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്നാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഒരു മൃഗമാവുന്നു. സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് ക്രൂരനാണെന്ന്. ഞാൻ മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പ്രതിനിധിയാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ മനുഷ്യരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും മദ്യപിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകും. ആ ഒരു മദ്യപാനം കൊണ്ട് അവരുടെ കുടുംബത്തിന്റെ പൂർണ്ണമായിട്ടുള്ള മനസമാധാനം നശിക്കുന്നു. നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ വിചാരിച്ചെന്ന് കരുതി ഒരിക്കലും അവർ മദ്യപാനം നിർത്തുകയില്ല. അച്ഛൻ മദ്യപിച്ചു എന്ന് കരുതി നമുക്ക് തല്ലാൻ കഴിയില്ലല്ലോ, വഴക്ക് പറയാൻ കഴിയില്ല. ഒരു വിധത്തിൽ അച്ഛൻ ഇനി മദ്യപിക്കരുത് എന്ന് പറഞ്ഞാലും ഒരിക്കലും അത് നിർത്താൻ പോകുന്നില്ല. അവർ സ്വയം മനസ്സിലാക്കി നിർത്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. വർഷങ്ങളായി മദ്യപിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ മനുഷ്യർക്കും ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാകില്ല. ഒരു നിമിഷത്തെ മനസമാധാനത്തിന് വേണ്ടി അവർ മദ്യപിക്കുന്നു. എന്നാൽ അവരുടെ ഈ ഒരു പ്രവൃത്തി കാരണം അവരുടെ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും മനസമാധാനം ലഭിക്കുന്നതേയില്ല. അവരുടെ ഒരു നിമിഷത്തെ മനസമാധാനത്തിന് വേണ്ടി വീട്ടിലുള്ളവരുടെ ജീവിതകാലം മുഴുവനുമുള്ള മനസമാധാനം ഇവർ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും അച്ഛനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഗ്രഹനാഥന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരിക്കലും മദ്യപിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു അച്ഛനമ്മമാരെയും ഒരു അച്ഛനെയും ഒരു മക്കളും ആഗ്രഹിക്കില്ല. അച്ഛൻ്റെ ആ ഒരു ഗന്ധം, മദ്യം കലർന്ന ഗന്ധം ആഗ്രഹിക്കുന്ന ഒരു മക്കളും ഉണ്ടാകില്ല. എൻ്റെ അച്ഛന് കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ അച്ഛന് ഒരു ഗന്ധമുണ്ട്, മദ്യവും ടൊബാക്കോയും ചേർന്ന ഒരു ഗന്ധം. ഞാൻ എവിടെ പോയാലും മദ്യവും ടൊബാക്കോയും ചേർന്ന ഒരു ഗന്ധം എൻ്റെ മൂക്കിലേക്ക് ഇരച്ചു കയറുമ്പോൾ എനിക്ക് അച്ഛനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ഇതില്ലാതെ, ഈ ഒരു ഗന്ധമില്ലാതെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടേയില്ല. നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ വീഡിയോ കാണുന്ന അച്ഛനുണ്ടെങ്കിൽ മദ്യപാനം കൊണ്ടുള്ള ദോഷം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും കൂടിയാണല്ലോ. മദ്യപിച്ച് നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ, മദ്യപിച്ച് നിങ്ങൾ ഓരോ ചീത്ത വാക്കും പറയുമ്പോൾ അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ ആ വാക്ക് പഠിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അവർ സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ പോയി അടുത്ത കുട്ടികൾക്കും ഈ ഒരു വാക്ക് പകരുന്നു. ഇതിന്റെ അർത്ഥം പോലും അറിയാതെ കുട്ടികൾ ഇത് പഠിച്ചു വെക്കുന്നു. വലുതാകുമ്പോൾ അവരുടെ ജീവിതം ദുസ്സഹമാകുന്നു. ഓരോ നിമിഷവും ഒരു വാക്കിന് പോലും ചീത്ത വിളിക്കാതെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിക്കൂ. നിങ്ങളുടെ മക്കളെ ഒരിക്കലും നിങ്ങളെപ്പോലെ ആക്കരുത്.